199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെ MS സൊല്യൂഷൻസ് നൽകിയ പരസ്യം പിൻവലിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് വാട്സാപ്പ് വഴി നൽകിയ പരസ്യമാണ് പിൻവലിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഷുഹൈബുമായി തെളിവെടുപ്പ് നടത്തുമ്പോഴായിരുന്നു പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. ദിസ്ന ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, വിവരങ്ങൾ എന്താണ്? വീണ, നമ്മൾ ഇന്നലെ കണ്ടതാണ് മറ്റൊരു ചോദ്യപേപ്പർ ചോർച്ച. അതായത് സമാനമായ രീതിയിൽ 10ാം ക്ലാസ്സിന്റെ അതായത് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൊടുവള്ളിയിലെ സ്ഥാപനത്തിലെത്തി തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 199 രൂപയ്ക്ക് SSLC പരീക്ഷ, പ്രത്യേകിച്ച് സയൻസിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും ഉത്തരവും വിൽപ്പനയ്ക്ക് എന്നൊരു മോഹന വാഗ്ദാനവുമായ ഒരു പരസ്യം അവരുടെ SSLC വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത്. 199 രൂപയാണ് അവർ ആ ചോദ്യത്തിനും ഉത്തരത്തിനും വിലയിട്ടത് എന്നാണ്. എന്തായാലും ഒരു ഭാഗത്ത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട ശേഖരണവും ഒക്കെ നടക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് മറ്റൊരു മാർക്കറ്റിംഗ് തന്ത്രവുമായി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് വന്നിട്ടുള്ളത്. എന്തായാലും MS സൊല്യൂഷൻ SSLC വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ വാർത്തകൾ പ്രചരിച്ചത്, അല്ലെങ്കിൽ ആ പരസ്യങ്ങൾ പ്രചരിച്ചത്. ആ പരസ്യം ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് റിമൂവ് ആക്കി എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ യൂട്യൂബുകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പരസ്യങ്ങൾ അവർ പുറത്തിറക്കിയിരുന്നു. പിന്നീട് വലിയ വിവാദമായപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്തയാവുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതൊക്കെ തന്നെയും റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും എങ്ങനെയാണ് ഈ പരസ്യത്തിന്റെ ഉറവിടം എന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തിന് ഷുഹൈബിനെ വിട്ടു നൽകിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ, മോഹന വാഗ്ദാനവുമായി ഷുഹൈബ് വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഈ 199 രൂപ അവരുടെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്ത് അവർ സൂചിപ്പിച്ച ആ നമ്പറുകളിലേക്ക് അയക്കുമ്പോൾ 3 PDF-കളാണ് ഈ കുട്ടികളുടെ ഫോണിലേക്ക് വരുന്നത്. അതിൽ പ്രധാനമായും പരീക്ഷയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരവും ഉണ്ടാകും എന്നൊരു കാര്യം തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം കേസിന്റെ അന്വേഷണത്തിന് ആദ്യഘട്ടം മുതൽ പറയുന്നത് ഷുഹൈബ് മാത്രമല്ല, ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ആസൂത്രിതമായി നടന്ന ചോദ്യപേപ്പർ ചോർച്ച തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമാനമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ ഉറവിടവും അന്വേഷിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ, ശരി ദിസ്ന.